ബിഗ് ബോസ് വീട്ടിൽ 10ാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. ഒന്നാമതായി തന്നെ അത് കണ്ടക്ട് ചെയ്ത രീതിയായിരുന്നു. മറ്റൊന്ന്, അതിൽ സേവായ മത്സരാർത്ഥികളും അവർ സേവായ കാരണങ്ങളുമാണ്. ഇതിൽ വരാവുന്ന ചില ഗെയിമുകളും ചില മണ്ടത്തരങ്ങളും ഏതൊക്കെയെന്ന് നോക്കാം. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ 2 പേർ വീതമുള്ള ഗ്രൂപ്പുകളായി തിരിച്ച് ഇവർ 2 പേരും കൺഫെഷൻ റൂമിൽ പരസ്പരം തീരുമാനിച്ച് ഒരാളെ നോമിനേറ്റ് ചെയ്യണം എന്നതായിരുന്നു നിയമം. നിശ്ചിത സമയം നൽകിയിട്ടുണ്ട്. അതിനകം ഇവരിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇവർ 2 പേരും നോമിനേറ്റ് ആകും എന്നതാണ് ഇതിനകത്ത് ട്വിസ്റ്റ്. അങ്ങനെ അഭിഷേകും ജാസ്മിനും ഒരു പെയറായി കൺഫെഷൻ റൂമിലെത്തി. അവർ പരസ്പരം തർക്കിച്ച് ഒരാളെ തീരുമാനിക്കാത്തത് കൊണ്ട് തന്നെ അവർ 2 പേരും നോമിനേറ്റഡ് ആയി. പിന്നീട് ജിൻഡോയും അർജുനുമായിരുന്നു. ഇവർ രണ്ടും പരസ്പരം നല്ല രീതിയിൽ തർക്കിക്കുകയും പക്ഷേ ഒരാളും വഴങ്ങി കൊടുക്കാതെ വന്നതോടെ 2 പേരും നോമിനേഷനിൽ എത്തുകയും ചെയ്തു. പിന്നീട് സിജോയും ശ്രീതുവുമായിരുന്നു. ഇവരും ഇതേ രീതിയിൽ തന്നെ പരസ്പരം ആരും അംഗീകരിച്ചു കൊടുക്കാതെ 2 പേരും നോമിനേറ്റഡ് ആയി. അപ്സരയും ഋഷിയും അടങ്ങുന്ന ഒരു ടീമായിരുന്നു. ഇവരുടെ കാര്യത്തിലും സംഭവിച്ചത് ഏറെക്കുറെ ഇത് തന്നെ. 2 പേരിൽ ഒരാളെ അവർക്ക് കണ്ടെത്താനായില്ല. 2 പേരും നോമിനേറ്റഡ് ആയി. പിന്നീടുള്ള ഒരു പെയർ അൻസിബയും നോറയുമായിരുന്നു. നോറ പല കാര്യങ്ങളും അൻസിബയെ പറ്റി പറഞ്ഞെങ്കിലും അൻസിബ തിരിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയും നോറ പറഞ്ഞതെല്ലാം എഗ്രി ചെയ്യുകയും അൻസിബ നോമിനേറ്റഡ് ആവാൻ എഗ്രി ചെയ്യുകയും ചെയ്തു. അങ്ങനെ നോറ സേവ് ആവുകയും അൻസിബ ഈ ആഴ്ചത്തെ വോട്ടിങ്ങിൽ വരികയും ചെയ്തു. ഇതുകൂടാതെ റസ്മിൻ കഴിഞ്ഞ ആഴ്ച യെല്ലോ കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ഡയറക്റ്റ് നോമിനേഷനിൽ ഉണ്ട് താനും. ഇതിൽ അൻസിബയും നോറയും തമ്മിലുള്ള ആ പെയറിൽ അൻസിബ ഒന്നും ചർച്ച ചെയ്യാതെ നോറ രക്ഷപ്പെട്ടത് നോറയെ സംബന്ധിച്ച് 14 ദിവസം കൂടി ബിഗ് ബോസ് വീട്ടിൽ തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കും. മാത്രമല്ല എന്താണ്ട് എല്ലാ മത്സരാർത്ഥികളും നോമിനേറ്റഡ് ആകുന്ന ഒരു സാഹചര്യത്തിൽ നോറ മാത്രം സേവ് ആകുന്നത് നോറയുടെ വോട്ടുകൾ ഒരു പക്ഷേ മറ്റു പലർക്കും അകാരണമായി വിജയിക്കാനുള്ള ഒരു കാരണമായി മാറാം. ഇതുകൂടാതെ മറ്റൊരു ട്വിസ്റ്റ് കൂടി ഈ നോമിനേഷനിൽ ഉണ്ടായിരുന്നു. വജ്രക്കല്ല് കിട്ടിയിട്ടുള്ള സായിക്കും വീട്ടിലെ ക്യാപ്റ്റനായ നന്ദനയ്ക്കും ഒരുമിച്ച് ചർച്ച ചെയ്ത് ഒരാളെ ഈ നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും പിൻവലിക്കാമായിരുന്നു. ഇവർ ഈ ലിസ്റ്റ് അനുസരിച്ച് ലിസ്റ്റിൽ നിന്നും പിൻവലിച്ചത് സിജോയെ ആയിരുന്നു. കാരണം ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും നല്ല പ്ലെയർ ആണ് സിജോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ വീട്ടിൽ വോട്ടിങ്ങിന് പോകാതെ വീട്ടിൽ നിൽക്കട്ടെ എന്നതായിരുന്നു ഇവരുടെ തീരുമാനം. എന്നാൽ ഈ തീരുമാനത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സിജോ ഈ ആഴ്ച വോട്ടിങ്ങിന് പോകേണ്ട എന്ന് പറയുമ്പോൾ സിജോയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരിൽ ഒരാളായിരുന്ന ശരണ്യ കഴിഞ്ഞ ആഴ്ചയാണ് ബിഗ് ബോസ് വീട്ടിനോട് വിട പറഞ്ഞത്. ഈ ആഴ്ച സിജോ വോട്ടിംഗ് ലിസ്റ്റിലുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ സുഹൃത്തിന്റെ വോട്ടുകൾ ഒരു പക്ഷേ ബിഗ് ബോസ് വീട്ടിലെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്ന നിലയിൽ സിജോയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അദ്ദേഹം ഈ ആഴ്ച വോട്ടിങ്ങിൽ ഇല്ലാത്തതും ഏതാണ്ട് എല്ലാ മത്സരാർത്ഥികളും ലിസ്റ്റിലുള്ളത് കൊണ്ടുകൂടി പുറത്തു പോയവരുടെ വോട്ടുകൾ പലർക്കായി വീതിച്ചു പോകുന്നതിനും അത് ഒരാളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഈ ഒരു സ്ട്രാറ്റജി ഇവർ മനസ്സിൽ കണ്ടിട്ടുണ്ടോ എന്ന് വ്യക്തതയില്ല. മറുവശത്ത് സിജോ ഏറ്റവും നല്ല പ്ലെയർ ആണ് എന്നതുകൊണ്ട് തന്നെ സിജോയ്ക്ക് നല്ലൊരു വോട്ട് ബേസും ഉണ്ട്. ആ വോട്ട് ബേസ് മറ്റു മത്സരാർത്ഥികൾക്കിടയിൽ മറ്റു മത്സരാർത്ഥികൾക്ക് ഏത് രീതിയിലാണ് ഷെയർ ചെയ്യപ്പെടുക എന്നതറിയില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഈ ആഴ്ച ആര് പോകും എന്ന് കൃത്യമായി പ്രിഡിക്റ്റ് ചെയ്യാൻ ബിഗ് ബോസ് വീടിനകത്തുള്ളവർക്ക് കഴിയില്ല എന്നത് ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ് വശവുമാണ്. ഏതായാലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നോമിനേഷൻ ആയിരുന്നു. ഈ നോമിനേഷനിലൂടെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഫൈനൽ നോമിനികൾ 9 പേർ ഇവരാണ്: അഭിഷേക്, ജാസ്മിൻ, ജിൻഡോ, അർജുൻ, ശ്രീതു, അപ്സര, ഋഷി, അൻസിബ, റസ്മിൻ എന്നിവരാണ്. ഏതായാലും ഈ ആഴ്ച ആരോഗ്യമായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുകയെന്ന് കാത്തിരുന്ന് തന്നെ അറിയാം.